മിക്ക ആളുകളും കമ്പ്യൂട്ടർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെയുള്ള ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് ചിന്തിക്കുക. എന്നിരുന്നാലും കമ്പ്യൂട്ടറുകൾ പല ആകൃതിയിലും വലിപ്പത്തിലും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രത്യേക ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ജോലി നിർവഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ATMിൽ നിന്ന് പണം പിൻവലിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോകുന്ന കടകളിൽ പോകുമ്പോൾ അവിടെ സ്കാൻ ചെയ്യുന്നുണ്ടല്ലേ, ഓരോ വസ്തുവും സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടറാണ്. പലരും ജോലി സ്ഥലത്തും വീട്ടിലും സ്കൂളിലും ഒക്കെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞാൽ അത് ഡെസ്കിൽ സ്ഥാപിക്കാനായിട്ടാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു ഡെസ്കിൻ്റെ പുറത്തോ സ്ഥാപിക്കത്തക്ക രീതിയിൽ വെക്കുന്ന രീതിയിലാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് ഭാഗങ്ങളുണ്ടാവും. കേസ് ഒരു പെട്ടി പോലെയുള്ള ഭാഗം ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, മൗസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഭാഗങ്ങളെ മാത്രമാണ് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള മറ്റൊരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ലാപ്ടോപ്പ് ആയിരിക്കും. ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ്. അവ ഡെസ്ക്ടോപ്പുകളെക്കാളും പോർട്ടബിളാണ്. അതായത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനോ നമുക്ക് സൗകര്യമായിട്ടുള്ള സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാനോ ഈ ലാപ്ടോപ്പിൽ കഴിയും. പിന്നെ നമ്മൾ ടാബ്ലറ്റുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ടാബ്ലറ്റ് ലാപ്ടോപ്പിനേക്കാളും പോർട്ടബിളാണ്. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കൊച്ചു കമ്പ്യൂട്ടറാണ് ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അതിന് കീബോർഡും മൗസിനും പകരമായിട്ട് ടച്ച് സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഐപാഡ് ടാബ്ലറ്റിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി സെർവർ എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അതായത് ഒരു നെറ്റ്വർക്കിലെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കമ്പ്യൂട്ടർ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്. അങ്ങനെ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലേക്ക് വിവരം നൽകുന്ന കമ്പ്യൂട്ടറാണ് സെർവർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഈ എവിടെയോ ഇരിക്കുന്ന ഒരു സെർവറിലാണ് ഈ ടോപ്പിക്കുകളെല്ലാം സേവ് ആയിട്ട് വെക്കുന്നത്. അപ്പം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ആ സെർവറിൽ ചെന്നിട്ട് സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് ആ സെർവറിൽ ചെന്ന് സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെയാണ് സെർവർ എന്ന് പറയുന്നത്. അതും കമ്പ്യൂട്ടർ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓഫീസ്, ആ ഓഫീസിലെ ഫയലുകൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ടും കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു സെർവർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇന്ന് ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അടിസ്ഥാനപരമായിട്ട് സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടറുകളാണ് എന്ന് പറയാം. നമുക്ക് പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറായിട്ട് തോന്നുന്നില്ലെന്ന് മാത്രം. ഉദാഹരണത്തിന് ഇപ്പോൾ സ്മാർട്ട് ഫോൺ, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണുകളെല്ലാം തന്നെ കമ്പ്യൂട്ടർ തന്നെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബ്രൗസ് ചെയ്യാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണും ഒരു തരത്തിലുള്ളൊരു കമ്പ്യൂട്ടറാണ്. വെയറബിൾസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ധരിക്കാൻ പറ്റും. ഇപ്പോൾ സ്മാർട്ട് വാച്ച് അത് നമ്മൾക്ക് കയ്യിൽ കെട്ടാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കും. ഫിറ്റ്നസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ അതെല്ലാം വെയറബിൾസ് എന്ന ഗണത്തിൽ പെടുന്നതാണ്. അതും ഒരു തരത്തിൽ കമ്പ്യൂട്ടർ തന്നെയാണ്. ഇനി നമ്മൾ ഗെയിം കളിക്കില്ലേ, വീഡിയോ ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതാണ് ഗെയിം കൺസോൾ എന്ന് പറയുന്നത്. അതും ഒരു തരത്തിലുള്ള കമ്പ്യൂട്ടർ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്മാർട്ട് TVകളാണല്ലേ. ആ TV എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. നമുക്കതിൽ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാമല്ലോ. അപ്പോഴുള്ള സ്മാർട്ട് TVകൾ ഒരു തരത്തിൽ പറഞ്ഞ കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. നമ്മൾ മാക്ക് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ. എന്താണ് ഈ മാക്കിൻടോഷ്? അതാണ് മാക്ക്. അതായത് അതും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ്. നമ്മുടെ സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ അതിലൊക്കെ വിൻഡോസ് ബേസ്ഡ് ആണ്. വിൻഡോസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ മാക് OS എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എല്ലാം ഐക്കണായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതിൽ വിൻഡോസ് ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ മാക് ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് വരുന്നത്. മാക് ആപ്പിളിൻ്റെ ആയതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവുമാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്കൊന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.